വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു മുൻപ് ഞാൻ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അരി അരച്ചിട്ടുള്ള വട്ടയപ്പമാണ്. എന്നാൽ നമ്മളിപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. അതിനാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു 5 മിനിറ്റിൽ താഴെ എടുക്കത്തുള്ളൂ. അത്രയും നേരം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിക്കായി കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഓരോ പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് ചെറിയ മാറ്റങ്ങൾ വരും. കപ്പി കാച്ചുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. എന്നാൽ ഇനി മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1.25 തൊട്ട് 2 കപ്പ് വരെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മൾ എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ തേങ്ങ നല്ലോണം അരയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് 3 ഏലക്കായും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി കാച്ചിയത് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വാങ്ങുന്ന അരിപ്പൊടിയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്കും സ്നാക്കായിട്ട് കഴിക്കുന്നവർക്കും ഇതൊരു 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരയ്ക്കുമ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. മിക്സിയിൽ അരച്ചപ്പോൾ എനിക്ക് ടോട്ടൽ 3.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഞാൻ. അപ്പം വെള്ളത്തിൻ്റെ അളവ് ഓരോ അപ്പത്തിൻ്റെ പൊടിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം വെള്ളത്തിൻ്റെ അളവ് യൂസ് ചെയ്യുന്ന പൊടിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് 4 തൊട്ട് 8 മണിക്കൂർ വരെ മാറ്റി വെക്കാം. എനിക്കിവിടെ 8 മണിക്കൂറായപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വന്നത്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അപ്പം പുഴുങ്ങാൻ വേണ്ടിയുള്ള പാത്രം മുൻപേ തന്നെ എണ്ണയോ നെയ്യോ ചേർത്ത് നന്നായിട്ടൊന്ന് തടവി കൊടുത്തത് ആ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ പാത്രത്തിൻ്റെ പകുതിയിൽ താഴെ വേണം നിൽക്കാൻ. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളിവിടെ അപ്പം പുഴുങ്ങുന്നത് സ്റ്റീമറിലാണ്. ഇതുപോലെ സ്റ്റീമറിലല്ലെങ്കിൽ ഇഡലിത്തട്ടിലാണെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. നമ്മൾ സ്റ്റീമറിൽ വെച്ചതിന് ശേഷം മുകളിൽ താല്പര്യമുള്ളവർക്ക് മാത്രം കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ റേസിൻസോ അങ്ങനെ എന്തെങ്കിലും നട്ട്സോ ചെറിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവി വന്നതിന് ശേഷം 25 തൊട്ട് 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും. എനിക്കിവിടെ 25 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെന്ത് കിട്ടി തണുത്തതിന് ശേഷം ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഇളകി വരും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വട്ടയപ്പമാണ്. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പമാണ്. ഇത് ഞാനിവിടെ മധുരം വളരെ കുറച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രേവിയുടെ കൂടെ വെജിറ്റബിൾ സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയുള്ളതിൻ്റെ കൂടെ ട്രൈ ചെയ്യാവുന്നതാണ്. താങ്ക്